സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 48 ലോസ് ഓഫ് പവർ ഈ ഒരു ബുക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിന്റെ ഓതർ എന്ന് പറയുന്നത് റോബർട്ട് ഗ്രീനി. സോ ഈ ഒരു ബുക്കിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് 48 ലോസ് ഓഫ് പവർ എന്നാണ് ഈ ഒരു ബുക്കിന്റെ പേര്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സൂപ്പർ ഹീറോസിനെ കണ്ടിട്ടില്ല. സൂപ്പർ ഹീറോസ് നമുക്ക് നോർമലി അറിയാവുന്ന ആരൊക്കെയുണ്ട്. ഇപ്പം അയൺമാൻ ഉണ്ട്, അതുപോലെ ഹൾക്ക് ഉണ്ട്, സ്പൈഡർമാൻ ഉണ്ട്. ഇവരൊക്കെയാണ് നമ്മൾ നോർമലി സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത്. സോ ഇവർ സൂപ്പർ ഹീറോസ് ആകാൻ കാരണം ഇവർക്കൊരു പവർ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പവർ ഇല്ല. സോ ആ ഒരു പവറിന് വേണ്ടിയിട്ടുള്ള 48 നിയമങ്ങൾ ആണ് ഈ ഒരു ബുക്കിനകത്തുള്ളത്. സോ ഇത് ആക്ച്വലി എല്ലാവരും പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ബുക്കാണെന്നാണ്. ഞാൻ ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞു. ഈ ഒരു ബുക്ക് വായിച്ച് കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, ഈ ഒരു ബുക്ക് വളരെ ഡേഞ്ചറാണ്. എസ്പെഷ്യലി ഡേഞ്ചർ ആണെന്ന് പറയാൻ കാരണം ഇതിനകത്ത് 48 ലോസ് നമ്മൾ എടുക്കേണ്ട രീതിയിലാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇൻജെക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. നമ്മുടെ ലൈഫിനെ നല്ല രീതിക്ക് അത് ഡ്രൈവ് ചെയ്യും. അല്ലാത്ത പക്ഷം നിങ്ങളൊരു വീക്കായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീക്ക് മൈൻഡഡ് ആയിട്ട് ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബുക്ക് വായിക്കരുത്. കാരണം ഇത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ 48 ലോസും എന്തോ ഈ ഒരു വീഡിയോയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറ. ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ലോസിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാം. പക്ഷേ ഇത് എന്തുകൊണ്ട് ഡേഞ്ചറസ് ആണെന്നുള്ളൊരു വീഡിയോ ആണ് ഇതിനകത്ത് പറയുന്നത്. ഇത് ആർക്കൊക്കെ വായിക്കാം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് ബുക്ക്. ഈ ഒരു ബുക്ക് ആക്ച്വലി ഡേഞ്ചർ ആണെന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ലോസിനെ പറ്റി പറയുന്നുണ്ട്. ഈ ലോസ് എന്ന് പറയുന്നത് ചിലതൊക്കെ കുറച്ച് ട്രൂത്ത് ആണ്. പക്ഷെ ഈ ട്രൂത്ത് ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മനസ്സിലായില്ലേ? നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലോ കേൾക്കുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇതിനകത്തെ ലോസ് അതേപടി 100% നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മുടിയും എന്നാണ് എന്നെ കൊണ്ട് മനസ്സിലാക്കി. ആസ് എ ബുക്ക് റീഡർ, ഇത് വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്, ഇതിനകത്ത് ലോസ് 100% നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുളമാകും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് മാത്രം എടുത്ത് വേണ്ട സമയത്ത് വേണ്ട രീതിക്ക് മാത്രമാണ് നമ്മൾ ഇൻജെക്ട് ചെയ്ത് അത് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സൂപ്പറാവും. നിങ്ങളെന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവും നിങ്ങൾ. ഇതാണ് ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്. സോ അപ്പം ഇത് അൺകംഫർട്ടബിൾ ആണെന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ട്രൂത്തുകൾ പറയുന്നുണ്ട്. അതായത് ട്രൂത്ത്സ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, നമ്മൾ നോർമൽ ഒരാളെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. എസ്പെഷ്യലി പവറിനെ പറ്റി, അതുപോലെ മാനിപ്പുലേഷനെ പറ്റി, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെ പറ്റി, കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. പക്ഷെ ഞാൻ പറയും ഇതൊരു നല്ല ബുക്കാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ലിമിറ്റേഷൻസ് എന്ന് തന്നെ പറയാം. ഇത് വായിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയാം. ഇതെങ്ങനെയുള്ളവർ വായിക്കണം എന്ന് ഞാൻ പറയാം. സോ അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് 48 ലോസ് ഓഫ് പവർ എന്ന് പറയുന്ന ബുക്കാണ്. ഇത് എഴുതിയത് റോബർട്ട് ഗ്രീനിയാണ്. ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് കോൺട്രവേഴ്സി സബ്ജക്റ്റുകൾ ഉണ്ടായ, അല്ലെന്നുണ്ടെങ്കിൽ സംസാരങ്ങൾ ഉണ്ടായ ഒരു ബുക്കാണ്. അത്രത്തോളം ഇഷ്യൂസ് ജനറേറ്റ് ചെയ്തൊരു ബുക്കാണ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇതിനകത്ത് പറയുന്ന ലോസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇതെന്തുമാത്രം ഇത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ആൾക്കാരുടെ അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി മാനിപ്പുലേഷൻ ആണ് ഇതിനകത്ത് ഞാൻ കണ്ടതിൽ കുറെ കാര്യങ്ങൾ പറയുന്നത്. ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളെ സക്സസ്സിലോട്ട് ഡ്രൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇത് വേണ്ട രീതിക്ക് നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്ത് അത് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രം ഈ ഒരു ബുക്ക് ഹെൽപ്പ് ചെയ്യും. ഇതിലെ 7ാമത്തെ ഒരു ലോ ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് 7ാമത്തെ ലോ എന്ന് പറയുന്നത്. അതായത് ഗെറ്റ് അതേഴ്സ് ടു ഡു ദ വർക്ക് ഫോർ യു ബട്ട് ഓൾവേസ് ടേക്ക് ദ ക്രെഡിറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. അതായത് അത്രയും കോൺട്രവേഴ്സി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അതായത് നെഗറ്റീവ് പവർ ഡൈനാമിക്സ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഒരു ലോ 7ാമത്തെ ലോ ആണ് ഈ ബുക്കിലെ. അതായത് ഗെറ്റ് അതേഴ്സ് ഡു ദ വർക്ക് ഫോർ യു ബട്ട് ടേക്ക് ദ ക്രെഡിറ്റ്. ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, മാക്സിമം നമ്മൾ പണിയെടുപ്പിക്കുക, എന്നിട്ട് ആ പണിയെടുപ്പിച്ചതിനുള്ള ക്രെഡിറ്റ് നമ്മൾ എടുക്കുക. മനസ്സിലായില്ലേ? ബാക്കിയുള്ളവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക, അതിന്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുക. സോ ഇത്രയും എന്താ പറയുന്നത്, കുറേ റൂഡായിട്ടുള്ള ലോസും ഇതിനകത്തുണ്ട്. അതായത് ഈ ഒരു ലോ കൊണ്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുശേഷം അവർ പോലും അറിയാതെ അതിന്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുക. ഇതാണ് അതിനകത്ത് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബുക്ക് കോൺട്രവേഴ്സി ആയതും
അതേപോലെ ഈ ഒരു ബുക്ക് നോർമലായിട്ട് വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, വായിക്കാൻ പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളത്. കാരണം ഇതിനകത്ത് ഒരുപാട് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ മോറലി ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർ വായിക്കരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒത്തിരി കോംപ്ലിക്കേഷൻസ് താല്പര്യപ്പെടുന്ന ഒരാളല്ലെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പം റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് നമ്മൾ വീക്ക് ആയതുകൊണ്ട് തന്നെ, അങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഒന്നത്തെ കാര്യം, നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം, നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നല്ലപോലെ വർക്ക് ചെയ്യണം, എസ്പെഷ്യലി സക്സസ് ആവണം. അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് മെയിനായിട്ട് ഈ ഒരു ബുക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വിക്കിപീഡിയ വായിച്ചപ്പോൾ കിട്ടിയൊരു കാര്യം ഞാൻ ഇതിനകത്ത് വായിക്കാം. ഇഫ് യു ആർ അൺകംഫർട്ടബിൾ വിത്ത് മാനിപ്പുലേഷൻ, competition, or seeing the dark side of human nature, the 48 laws of power feel like a nightmare. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രാഗ്മാറ്റിക്കലായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇത് മൊത്തം ഇമോഷൻ്റെ ബേസിസിലുള്ള കാര്യം. അതായത് നമുക്ക് ചെയ്ത് കാണിക്കാനായിട്ടല്ല ഇതിനകത്ത് പറയുന്നത്. നമ്മൾ നോർമലി എന്താ പറയുന്നത്, സ്റ്റാർട്ട് ഡൂയിങ് എന്നാ പറയുന്നത്. പക്ഷേ ഇത് അതിനെ പറ്റിയല്ലോ, ഇത് ഇമോഷൻസ് വെച്ചുള്ള കളികളെ പറ്റി പറയുന്നത്. ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത്, ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത്, നമ്മൾ ചെയ്യുന്നതിനെ മാനിപ്പുലേറ്റ് ചെയ്ത്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടതിന് കുറേ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഇത് ടു ആക്ട് നോട്ട് റിയാക്ട്. മനസ്സിലായില്ലേ? അതായത് അഭിനയിക്കുക, റിയാക്ട് ചെയ്യാതിരിക്കുക. ടു ആക്ട് നോട്ട് റിയാക്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുമാത്രം റൂഡായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിനകത്ത് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഈ ഒരു ബുക്കിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ്. ഏതൊരു ബുക്കിനും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ആണ്. ഇത് ഒത്തിരി ആൾക്കാർ വായിച്ചിട്ടുള്ള ബുക്കാണ്. അതുകൊണ്ട് ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ അല്ലേ, ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. അപ്പം ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുള്ള ബുക്കാണ്. അപ്പം ഇത് ഉറപ്പായിട്ടും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ബുക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പം, ഈ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് ഒരു കുറച്ച് ക്രിട്ടിക്കൽ മൈൻഡ് ആയിട്ടിരുന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഈ ഒരു ബുക്ക് ക്രിട്ടിക്കൽ മൈൻഡോട് കൂടി വായിക്കാൻ മാത്രം നിങ്ങൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വലിയൊരു ടൂളാണ്. നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷനിലും വലിയൊരു ടൂളാണ്. ഈ ഒരു ബുക്ക് നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിക്കും, അതുപോലെ അനലൈസ് ചെയ്യാൻ പഠിപ്പിക്കും, അതുപോലെ സ്ട്രാറ്റജൈസ് ചെയ്യാൻ പഠിപ്പിക്കും. ഈ ഒരു ബുക്കിന്റെ ഒരു മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ദ കീ ഈസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഹൗ പവർ വർക്ക്സ് സോ യു ക്യാൻ പ്രൊട്ടക്ട് യുവർ സെൽഫ് ആൻഡ് അവോയ്ഡ് ബീങ് മാനിപ്പുലേറ്റഡ് ബൈ അതേഴ്സ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു പവർ വർക്ക് ചെയ്യുന്നതെന്നും ബാക്കിയുള്ളവരുടെ അടുത്തു നിന്ന് നമ്മൾ മാനിപ്പുലേറ്റ് ആവാതിരിക്കാനും ഈ ഒരു ബുക്ക് കൊണ്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ സോ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരെ റീഡ് ചെയ്യാനായിട്ട് ഉള്ളൊരു മാസ്റ്റർ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, അവരുടെ ഒരു രീതികളും അവരെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബുക്കിനെ പറയാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു തന്നാലേ ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റി മാത്രമല്ല ഇതിനകത്ത് സംസാരിക്കുന്നത്. ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കാനും ഈ ഒരു ബുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതേപോലെ ലൈഫിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് കിടക്കുന്ന റിലേഷൻഷിപ്പ്, അതിപ്പം ഫാമിലി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ളതായിക്കോട്ടെ, അത് എന്തുമായിക്കോട്ടെ, ഈ ഒരു കോംപ്ലക്സ് ആയിട്ട് കിടക്കുന്ന റിലേഷൻഷിപ്പിൽ എങ്ങനെ പെരുമാറാമെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ അതിനിപ്പോൾ ബിസിനസ്സിലായാലും എവിടെയായാലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഇടയ്ക്കായാലും ഇവിടെയൊക്കെ എങ്ങനെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാം എന്നുള്ള കാര്യം ഈ ഒരു ബുക്ക് വായിക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായി ഒരു ഐഡിയ കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 48 ലോസ് ഓഫ് പവറിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഞാൻ ഇത് വായിക്കേണ്ടത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിലോ, അല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ഇത് വായിച്ചാൽ മതി. അല്ലാത്ത ഇത് വായിക്കേണ്ട വേസ്റ്റ് ആണ് എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒത്തിരി കോംപ്ലക്സ് ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലൊന്നും സംസാരിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് വായിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഇത് വായിച്ച് ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഇൻജക്ട് ചെയ്ത് വീക്കായിട്ടുള്ള ആൾക്കാരെ കടിച്ചു പിടിച്ച് ഇത് വായിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മേ ബി ഏതെങ്കിലും ലൈഫ് സിനാരിയോസിൽ നമ്മൾ ഇതിനകത്തുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇതിനകത്ത് ലോസ് പോലെ നമ്മൾ റിയാക്ട് ചെയ്തു പോയാൽ നമ്മുടെ ലൈഫ് കുളമാകും. കാരണം അത്രയും വൃത്തികെട്ട ഒരു കാര്യങ്ങളാണ് ചിലതൊക്കെ അത് പറയുന്നത്. വേണമെങ്കിൽ ഒരെണ്ണം ഞാൻ ജസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. ലോ നമ്പർ 11, ലേൺ ടു കീപ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ യു. കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, ലേൺ ടു പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ യു. നമ്മളിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്, ബാക്കിയുള്ളവരെ നമ്മളിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. ഒരിക്കലും നമ്മൾ ബാക്കിയുള്ളവർ ഡിപ്പെൻഡ് ആവരുത്, ബാക്കിയുള്ളവരെ കൂടെ നമ്മളിൽ ഡിപ്പെൻഡന്റ് ആക്കണം. ഇതൊക്കെയാണ് ഈ ഒരു ബുക്കിനകത്ത് പറയുന്നത്. സോ
ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. സോ ഇതിനകത്ത് ലോസിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ മേ ബി ഞാനൊരു വീഡിയോ ചെയ്യാം, വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്, നമുക്ക് നോക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിനെ പറ്റി പറയാനുള്ളത്. അല്ലാത്ത ആൾക്കാർ ഇത് വായിക്കേണ്ട, കാരണം വേസ്റ്റ് ആണെന്ന് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ക്യൂരിയോസിറ്റിക്ക് ഒന്നും വായിക്കാൻ നിൽക്കേണ്ട. ആ ഒരു രീതിയിലല്ല നിങ്ങളിത് വായിക്കുന്നുണ്ടെങ്കിൽ ദിസ് വിൽ kill your life maybe. So it's a good book, I loved it by the way. So ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്ക് അത് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, ആൻഡ് സോ yeah, see you, bye bye.